Good morning students, welcome to this video. Next topic എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റിലേറ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഫിക്സഡ് വോൾട്ടേജ് റിലേറ്റർ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റിലേറ്റർ ആണ്. പലപ്പോഴും നമുക്ക് വോൾട്ടേജ് വേരി ചെയ്യേണ്ടതായി വരും. നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് വേരി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്ററെ കൊണ്ട് നമുക്ക് മതിയാകാതെ വരും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യേണ്ട ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഒരിക്കലും ഫിക്സഡ് വോൾട്ടേജ് റിലേറ്റർ യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ആ സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് വേണ്ടത് അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റിലേറ്റർ ആണ്. അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റിലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഫിക്സഡ് വോൾട്ടേജ് റിലേറ്റർ ഒരിക്കലും നമുക്ക് വോൾട്ടേജ് കൂട്ടുവാനോ കുറയ്ക്കാനോ കഴിയില്ല. അത് ഫിക്സഡ് ആണ്. ഇപ്പോൾ 7805 ഔട്ട്പുട്ട് കിട്ടുന്നത് +5 ആണ്. അതിനെ 6 ആക്കാനോ 7 ആക്കാനോ കഴിയത്തില്ല. 7812 ഔട്ട്പുട്ട് കിട്ടുന്നത് 12 ആണ്. 12 നമുക്ക് ഒരിക്കലും 13 14 15 ആക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വോൾട്ടേജ് കൂട്ടേണ്ടതും കുറയ്ക്കേണ്ടതുമായിട്ട് വരും, ഔട്ട്പുട്ട് വോൾട്ടേജ്. ആ സന്ദർഭത്തിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റിലേറ്റർ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ഈ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റിലേറ്റർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു 3 ടെർമിനൽ IC ആയിരിക്കും. ഓക്കെ, 3 ടെർമിനലാണ്, 3 ടെർമിനൽ കാണും. അതിന്റെ 3 ടെർമിനൽ എന്ന് പറയുന്നത് ഇന്ന് ഔട്ട് അഡ്ജസ്റ്റ്. ഓക്കെ, ഈ അഡ്ജസ്റ്റ് ടെർമിനലാണ് നമ്മൾ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഈ അഡ്ജസ്റ്റ് എന്ന ടെർമിനൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റിലേറ്ററിന് 3 ടെർമിനൽസ് ആണുള്ളത്, ഇന്ന് ഔട്ട് അഡ്ജസ്റ്റ്. ഓക്കെ, ഇന്നെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത് ഇന്നിലാണ്, ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എടുക്കുന്നത് ഔട്ടിലാണ്, അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അഡ്ജസ്റ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നെന്നുള്ളത് ഇൻപുട്ട് കണക്ട് ചെയ്യാൻ, ഔട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എടുക്കാൻ, അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ടെർമിനലായിരിക്കും. ഓക്കെ, ഇനി ഇൻപുട്ടും ഔട്ട്പുട്ട് ടെർമിനൽസും കോമൺ ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസ് ആർ കോമൺ, whereas the adjustable terminal is provided with a variable resistor which is used to adjust output within a wide range. ഈ അഡ്ജസ്റ്റ് ടെർമിനലിൽ നമ്മൾ സാധാരണഗതിയിൽ 2 റെസിസ്റ്റർ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റ് എന്ന ടെർമിനലില് റെസിസ്റ്റർ കണക്ട് ചെയ്യും. അത് വേരിയബിൾ റെസിസ്റ്റർ ആയിരിക്കും. ആ വേരിയബിൾ റെസിസ്റ്ററിന്റെ വാല്യൂ വേരി ചെയ്താണ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് എന്ന ടെർമിനലിൽ വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യും. എന്നിട്ട് ആ വേരിയബിൾ റെസിസ്റ്ററിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്ക് ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്ററിൽ എങ്ങനെയാണ് വോൾട്ടേജ് വേരി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അഡ്ജസ്റ്റ് എന്ന ടെർമിനലിൽ വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യും. വേരിയബിൾ റെസിസ്റ്ററിന്റെ കേസ് നമുക്കറിയാം, വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും കഴിയും. അപ്പോൾ ആ വേരിയബിൾ റെസിസ്റ്ററിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്തോ ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റിലേറ്ററിനെ പറ്റി നോക്കാം. LM370 എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഓക്കെ, ഈ IC ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടുവാനും കുറയ്ക്കാനും ഒക്കെ കഴിയും. അപ്പോൾ LM370 എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റിലേറ്റർ ആണ്. ഇറ്റ് ഈസ് എ 3 ടെർമിനൽ ഡിവൈസ്. 3 പിന്നുള്ള ഒരു IC ആണ് LM370. 3 പിന്ന് കാണും. ഫസ്റ്റ് പിൻ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ആണ്. ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ് ആണ് ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പിൻ ഔട്ട്പുട്ട് പിന്നാണ്. ഈ രണ്ടാമത്തെ പിന്നിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പിന്നാണ്. മൂന്നാമത്തെ പിന്നിലാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ LM370 പിൻ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായി. ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്യുന്നത് മൂന്നാമത്തെ പിന്നിൽ, ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്യുന്നത് മൂന്നാമത്തെ പിന്നിൽ, ഔട്ട്പുട്ട് എടുക്കുന്നത് രണ്ടാമത്തെ പിന്നിൽ, വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ പിന്നിൽ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത് മൂന്നാമത്തെ പിന്നിൽ, ഔട്ട്പുട്ട് എടുക്കുന്നത് രണ്ടാമത്തെ പിന്നിൽ, അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് ഫസ്റ്റ് പിന്നിൽ. ഇനി നോക്കിയോ, ഇതാണ് അതിന്റെ ആ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മൂന്നാമത്തെ പിന്നിലാണ്, മൂന്നാമത്തെ പിന്നിൽ. രണ്ടാമത്തെ പിന്നിലാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇനി വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ പിന്നിലാണ്. ഓക്കെ, ആ അഡ്ജസ്റ്റ് എന്നുള്ള പിന്നാണ് ഒന്നാമത്തെ പിന്ന്. ഇവിടെ എങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇതിനകത്ത് ഒരു വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പിന്നിൽ ഒരു വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വേരിയബിൾ റെസിസ്റ്ററിന്റെ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വേരിയബിൾ റെസിസ്റ്ററിന്റെ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ പിന്നിലാണ് അഡ്ജസ്റ്റ്. ഈ പിന്ന് വഴിയാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു വേരിയബിൾ റെസിസ്റ്റർ ഒന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LM370 എന്ന അഡ്ജസ്റ്റബിൾ റെഗുലേറ്ററിന്റെ LM370 എന്ന അഡ്ജസ്റ്റബിൾ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ Vout is equal to 1.25 into 1 plus R2 by R1. ഇനി നമുക്ക് എത്ര വോൾട്ടേജ് ആണോ വേണ്ടത് അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള റെസിസ്റ്റർ കൊടുത്തു നോക്കാം. ഓക്കെ, ഇനി നമുക്കിപ്പോൾ 7 വോൾട്ട് ആണ് വേണ്ടത്. 7 വോൾട്ട് വേണമെങ്കിൽ നമ്മൾ R2 4K കൊടുക്കുക, R1 1K കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് 7 വോൾട്ട്. 1.25 into 1 plus R2 എത്രയാണ്? 4K ഡിവൈഡ് ബൈ R1 എത്രയാണ്? 1. അപ്പോൾ 1.25 into 4 by 1 എത്രയാണ്? 4. 4 plus 1 5. ഓക്കെ, അപ്പോൾ 5 into 1.25 എത്ര കിട്ടും? 6.25 കിട്ടും. ഓക്കെ, അപ്പോൾ 6.25 ആണ് കിട്ടിയത്. നമുക്ക് വേണ്ടത് എത്ര വോൾട്ട് ആണ്? 7 വോൾട്ട് ആണ്. 7 വോൾട്ട് വേണമെങ്കിൽ നമ്മൾ R2ന്റെ വാല്യൂ ഇനിയും കൂട്ടുക. ഓക്കെ, R2ന്റെ വാല്യൂ 4.7 ഇട്ട് കൊടുക്കുക. 4.7 ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്താൽ ഇത് 1.25 into 1 plus R2 എത്രയാണ്? 4.7K ഡിവൈഡ് ബൈ R1 എത്രയാണ്? 1K. 4.7 ഡിവൈഡ് ബൈ 1 4.7 പ്ലസ് 1 5.7. ഓക്കെ, ഇനി നമ്മള് 5.7 1.25 കൊണ്ട് ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. സെവന്റെ മേളിൽ വരും. ഓക്കെ, 7.8 വരും. ഓക്കെ, ഇപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 7.8 വരും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് കിട്ടാൻ വേണ്ടി റെസിസ്റ്ററിന്റെ വാല്യൂ മാറ്റിയാൽ മതി. ഓക്കെ, ആ റെസിസ്റ്ററിന്റെ വാല്യൂ മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ R2 എന്ന വേരിയബിൾ റെസിസ്റ്റർ വേരി ചെയ്താണ്
ഔട്ട്പുട്ടിന്റെ വാല്യൂ മാറ്റുന്നത്. ഓക്കെ, ഇതൊരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഇതിന്റെ വാല്യൂ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി സാധാരണഗതിയിൽ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് ഏകദേശം 3 to 40 വോൾട്ട് ആണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. 3 തൊട്ട് 40 വോൾട്ട് വരെ DC ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഈ LM370 ഔട്ട്പുട്ട് തരുന്നത് ഏകദേശം 1.25 വോൾട്ട് തൊട്ട് 37 വോൾട്ട്. ഓക്കെ, ഇത് ഔട്ട്പുട്ട് തരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.25 വോൾട്ട് തൊട്ട് 37 വോൾട്ട് വരെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിന് 2 റെസിസ്റ്റർ ആവശ്യമുണ്ട്. ഓക്കെ, R1 ഉം R2. R2 എന്ന് പറഞ്ഞാൽ വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഇതിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ. നമ്മൾ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന IC എന്ന് പറഞ്ഞാൽ LM370 ആണ്. അതിന്റെ ഇൻപുട്ട് കൊടുക്കുന്നത് 3ാമത്തെ പിന്നിലാണ്, ഔട്ട്പുട്ട് എടുക്കുന്നത് 2ാമത്തെ പിന്നിലാണ്, വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്ന 1ാമത്തെ പിന്നിലാണ്. വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ 2 റെസിസ്റ്റർ ആവശ്യമുണ്ട്, R1 ഉം R2. അതിനകത്ത് R2 എന്ന് പറഞ്ഞാൽ വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഇനി ഇവിടെ ഔട്ട്പുട്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Vout = 1.25 × 1 + R2/R1. ഈ R2ന്റെ വാല്യൂ നമുക്ക് വേരി ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ.